ഹരിനാമകീർത്തനത്തിലേക്ക് സ്വാഗതം. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ബദമിണ്ടാവതല്ല മമ പണ്ടേ കണക്കു വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കലിഹ നാരായണായ നമ. സത്യം അഥവാ ബ്രഹ്മം ഏകമാണ്, അദ്വിതീയം, അദ്വൈതം. എന്നാൽ പ്രാപഞ്ചികരായ മനുഷ്യർക്ക് ഇവിടെ ദൃശ്യമാകുന്നതും ശ്രവ്യമാകുന്നതുമെല്ലാം വേറെ വേറെ എന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണിത്? ഓങ്കാരമായ പൊരുളിൽ നിന്ന് ആങ്കാരങ്ങൾ ആവിർഭവിച്ചതിനാലാണ്. അഹന്താരൂപത്തിലുള്ള ജീവൻ മായാബന്ധിതരായി പ്രപഞ്ചത്തെ അനുഭവിക്കുന്നു. ജീവൻ ബ്രഹ്മാംശമാണ്. ബ്രഹ്മം മാത്രമായിരുന്നപ്പോൾ രണ്ടെന്ന ഭാവം ഉണ്ടായിരുന്നില്ല. ഉണ്ടാവുകയും മറയുകയും ചെയ്യുന്ന പ്രപഞ്ചത്തെ അഹന്ത കൊണ്ട് സത്യമായി കണ്ടതു മുതലാണ് രണ്ടെന്ന ഭാവം ഉണ്ടായത്. അപ്പോൾ ബ്രഹ്മമെന്ന സത്യത്തെ കൂടാതെ പ്രപഞ്ചമെന്ന സത്യവും ഉണ്ടെന്ന തോന്നലുണ്ടാകുന്നു. സ്വർണവും സ്വർണ്ണാഭരണങ്ങളും വേറെയാണെന്ന് ചിന്തിക്കുന്നത് പോലെ. ഈ അജ്ഞതയെ വേദാന്തം അവിദ്യ എന്നാണ് വിളിക്കുന്നത്. ഈ അവിദ്യ കൊണ്ട് ഇണ്ടൽ അഥവാ കാലുഷ്യം ഉണ്ടാകുന്നു. 5 വിധത്തിലാണ് ജീവിതത്തിന് ദുഃഖങ്ങൾ. നാം കാണുന്ന പ്രപഞ്ചത്തിന്റെ മൂലകാരണം അറിയാതിരിക്കുന്ന അവിദ്യ, അതുകൊണ്ടുണ്ടാകുന്ന ദുഃഖങ്ങൾ. അവിദ്യ കൊണ്ട് ഞാനെന്ന ഭാവം വരുന്നു. ഇതാണ് അസ്മിത. ഞാനിന് പ്രാധാന്യം വരുമ്പോൾ ചിലതിനോട് ഇഷ്ടം വരുന്നു. അതാണ് രാഗം. ചിലതിനോട് അനിഷ്ടമുണ്ടാകുന്നു. അത് ദ്വേഷം. ഇനിയുള്ളത് ഈ ശരീരം നശിക്കരുതെന്ന ചിന്തയാണ്. ഇതാണ് അഭിനിവേശം. അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം എന്നിവയാണ് ഈ ജീവിതത്തിൻ്റെ ക്ലേശങ്ങൾ. സത്യമറിയാത്തിടത്തോളം ഈ ദുഃഖവും ഭയവും അസ്തമിക്കില്ല. അറിവില്ലായ്മ ഉണ്ടാക്കുന്ന ക്ലേശം വിണ്ടാവതല്ല എന്ന് ആചാര്യൻ പറയുന്നു. ഈ അവിദ്യ ഒഴിയാൻ മാർഗമുണ്ടോ? പണ്ടേ കണക്ക് വരുവാൻ അജ്ഞതയില്ലാതാകണം. നാം ഇവിടെ കാണുന്ന എല്ലാത്തിലും ചൈതന്യമായി നിറഞ്ഞിരിക്കുന്ന ബ്രഹ്മം. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം എന്ന് ശ്രീനാരായണ ഗുരു പറയുന്നു. എല്ലാ ശക്തിപ്രവാഹത്തിൻ്റെയും ഉറവിടമായ നിത്യവും ശുദ്ധവുമായ ബ്രഹ്മം എന്ന സാന്ദ്രാനന്ദാവബോധത്തെ അറിയണം. ശരിയായി കർമ്മങ്ങൾ ചെയ്ത് ബ്രഹ്മത്തിൻ്റെ അദ്വൈതസ്ഥിതി അനുഭവിച്ച് അറിയണം. അതിന് ഗുരുകാരുണ്യവും ഈശ്വരകൃപയും അനിവാര്യമാണ്. അങ്ങനെ ഈശ്വര സാന്നിധ്യം പ്രത്യക്ഷാനുഭവമാകുന്നു. അതിനാൽ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കലിഹ എന്ന പ്രാർത്ഥന ആചാര്യൻ ചൊല്ലുകയാണിവിടെ.